ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നെയ്മീൻ കറി, തേങ്ങ അരച്ച നെയ്മീൻ കറിയാണ് ഉണ്ടാക്കുന്നത്. നെയ്മീൻ അഥവാ ഐക്കൂറ നല്ല കഴുകി വൃത്തിയാക്കി 1/2 കിലോ നെയ്മീനാണിത്. സ്ലൈസായി എടുത്ത നെയ്മീൻ. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: ഇത് അരപ്പിനായി തേങ്ങ, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, എരിവെള്ള മുളക് പൊടി, പിന്നെ 3 പച്ചമുളക് കീറിയത്, ഒരു തണ്ട് കറിവേപ്പില, കുഞ്ഞുള്ളി അരിഞ്ഞത്, കുറച്ച് കടുക് വറുക്കാനും താളിക്കാനും കൂടെ വേണ്ടിയുള്ളതാണ്. പിന്നെ ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, 3 കുടംപുളി ചൂടുവെള്ളത്തിൽ കുതിരാനിട്ടിട്ടുണ്ട്, ഒരു തക്കാളി, കടുക് വറുക്കാനായി കടുക്, ഉലുവ, വെള്ളം, വെളിച്ചെണ്ണ, ഉപ്പ്. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യമായി ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് നമുക്ക് തേങ്ങ ചേർക്കാം. ഒരു കപ്പ് തേങ്ങയാണ്. അതിലേക്ക് 2 ചുവന്നുള്ളി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ എരിവെള്ള മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. 1/2 ഗ്ലാസ് വെള്ളത്തിൽ നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. തേങ്ങയൊക്കെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പിൽ വെച്ച് നമുക്ക് മസാല ഇട്ട് ഒഴിക്കാം. അരപ്പിലേക്ക് നമുക്ക് 3 പച്ചമുളക് കീറിയത്, ഒരു തണ്ട് കറിവേപ്പില, ചൂടുവെള്ളത്തിൽ കുതിർത്ത 3 കുടംപുളി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, രണ്ട് ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യും. ഉപ്പ് ചേർത്ത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. എല്ലാം കൂടെ മിക്സ് ചെയ്ത് സ്റ്റവ് ഓൺ ചെയ്യുക. ഇനി നമുക്ക് മിക്സിയിലെ ജാർ കഴുകി വെള്ളം കൂടെ ഒഴിക്കാം. നമുക്കിതിലേക്ക് ചെറിയൊരു തക്കാളി അരിഞ്ഞതും കൂടെ ചേർക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത്, ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട് 2 ടീസ്പൂൺ. ഉപ്പൊന്ന് നോക്കാം. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്. ഇനി വേണമെങ്കിൽ പിന്നെ ചേർക്കാം. അടച്ച് വെച്ച് നമുക്കൊന്ന് തിള വരുന്നവരെ വെയിറ്റ് ചെയ്യാം. കറിക്ക് നല്ല തിള വരുന്നുണ്ട്. ഈ സമയം മീഡിയം ഫ്ലെയിമിലാക്കി മീൻ കഷ്ണം ഓരോന്നായി പുറക്കിയിടാം. നെയ്മീൻ അഥവാ ഐക്കൂറ മീനാണിത്. അതിൻ്റെ തലയുണ്ട്. എല്ലാം കൂടെ ഒന്ന് ചുറ്റിക്കാം.
എല്ലാം കൂടി ചെറുതായി ഒന്ന് ഇളക്കി അടച്ചു വെച്ച ഒരു 7-8 മിനിറ്റ് ഒന്ന് വേവിക്കാം. പാത്രത്തിൻ്റെ അടുപ്പ് തുറന്ന് നോക്കാം. കറിയൊക്കെ നല്ല വെന്തിട്ടുണ്ട്. മീൻ കഷ്ണമൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. അടച്ച് മാറ്റി. ഈ സമയം നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് താളിച്ച് ചേർക്കാം. അടച്ചു വെച്ച് ഒരു പാൻ അടുപ്പിൽ വെച്ച് സ്റ്റൗ കത്തിക്കാം. പാൻ ഒന്ന് ചൂടാവട്ടെ. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടാകട്ടെ. ഉള്ളി മൂത്ത് തുടങ്ങുമ്പോൾ കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഉള്ളി മൂത്ത് തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പാത്രത്തിന്റെ അടപ്പ് തുറക്കാം. താളിപ്പ് നമുക്ക് അതിലേക്ക് ചേർക്കാം. പാത്രത്തിന്റെ അടപ്പ് തുറന്ന് നോക്കാം. കറിയെല്ലാം ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ചെറുതായി, മീൻ ഉടഞ്ഞു പോവാത്ത രീതിയിൽ. നെയ്മീൻ കറി റെഡി. നല്ല സ്വാദിഷ്ടമായ നെയ്മീൻ കറി റെഡി. തേങ്ങ അരച്ച നെയ്മീൻ കറി. ഇനി തണുത്ത ശേഷം നമുക്ക് സെർവിങ് ബൗളിലോട്ട് മാറ്റാം. പാത്രത്തിൻ്റെ അടപ്പ് തുറന്ന് നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. തേങ്ങ അരച്ച നെയ്മീൻ കറി റെഡി. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ചോറിൻ്റെയും അപ്പത്തിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കമൻറ്റും എല്ലാ അഭിപ്രായമെല്ലാം അറിയിക്കുക.